ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 months ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ടൈപ്പ് സോപ്പാണ് കേട്ടോ. അധികം നാളും നിൽക്കില്ല, ഒരു 3 months വരെയൊക്കെ നിൽക്കും. അപ്പോൾ നല്ലൊരു പഴുത്തൊരു പാഷൻ ഫ്രൂട്ട് നമുക്ക് എടുത്ത് അതിൻ്റെ പൾപ്പൊക്കെ എടുക്കണം. ഇനി നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ഹെയർ മാസ്കും ഹെയർ കെയറിനൊക്കെ വേണ്ടിയിട്ടും അത്രയും അടിപൊളിയാണ്. ഇതുണ്ടോ, അണ്ടർ ഐയിലുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആക്നെ, ആൻറ്റി ഏജിങ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഒന്ന് പൗസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് ബെനിഫിറ്റ്സ് അറിയാമല്ലോ. അത് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ, ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും. അപ്പം നല്ല ബെനിഫിറ്റുള്ളതാണ്. ഇത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ട് ഒരു മാസം ആയതാണ്. ഇടാനൊരു ടൈമില്ലാത്തതുകൊണ്ടാണ് എഡിറ്റ് ചെയ്തൊന്നും ഇടാതിരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല അത്യാവശ്യം മാറ്റമുണ്ട് കേട്ടോ. നല്ല പിമ്പിൾസൊക്കെ പോകുന്നുണ്ട്. സ്കിന്നൊരു ലൈറ്റ് ഷെയ്ഡിലേക്കൊക്കെ വരുന്നുണ്ട്. നല്ലതാണ്. അതുപോലെ ഒരു നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് സോപ്പിന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനി സോപ്പ് ബേസാണ് എടുക്കുന്നത്. ഇത് പ്രീമിയം ക്വാളിറ്റി കോട്ട് മിൽക്കാണ്. ഇത് ഞാൻ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം മിച്ചെടുത്തിട്ടുണ്ട്. കാരണം 100 ഗ്രാം എടുത്താൽ നമ്മുടെ പാത്രത്തിൽ കുറച്ച് പോകും. അപ്പം കറക്റ്റ് 100 ഗ്രാം കിട്ടില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ 100 ഗ്രാം കറക്റ്റ് ചെയ്യുന്ന സോപ്പാണെങ്കിൽ അങ്ങനെ എടുക്കുക, കുറച്ച് അളവ് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഞാനിതുപോലെ പാഷൻ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുക്കണം. നിങ്ങൾക്ക് ഇതൊന്ന് അരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. കാരണം അതിൻ്റെ ആ ഒരു കുരുക്കൾ കൂടെ ഇങ്ങനെ കിടന്ന് കഴിയുമ്പോഴത്തേനും ആ ഒരു ഭാഗം സോപ്പിനകത്ത് കുറച്ച് ഒരു ഉണങ്ങാത്ത പോലെ, എത്ര നേരം വെച്ചാലും കുറച്ചൊരു ഉണങ്ങാത്ത പോലെ ഒരു ഇതിരിക്കും കേട്ടോ. ഉണങ്ങും, എന്നാലും അങ്ങനെ തോന്നും. അപ്പം നിങ്ങൾ ഇതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഇടുക. ഇങ്ങനെ ഓർക്കാം, 3 മാസം വരെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇതിൻ്റെ പൾപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ എങ്ങനെയാണ് ചെയ്യാനായിട്ട് താല്പര്യം അതുപോലെ ചെയ്യുക കേട്ടോ. എങ്ങനെ ചെയ്താലും നല്ലത് തന്നെയാണ്. അപ്പോൾ അരച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ കുരുവിൻ്റെ ആ സീഡിൻ്റെ ഉള്ള ഗുണങ്ങളും കൂടെ നമുക്ക് ഇതിലേക്ക് കിട്ടും, സോപ്പിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് അരയ്ക്കാനായിട്ടൊക്കെ പറയണത്. ഇനി നിങ്ങൾക്ക് കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റീസെല്ലിങ്ങിന് ചെയ്യാനായിട്ട് മറ്റു സാധനങ്ങളൊക്കെ, ക്രീമും സോപ്പും ഷാമ്പൂ, ലിപ് ബാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ ഒരു നമ്പറിൽ. ക്രീം ബേസുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തന്നെ ക്രീം ചെയ്യാന്നുണ്ടെങ്കിൽ അതിനുള്ള ബേസുകളും ഷാമ്പൂവിൻ്റെ ബേസുകളൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. ഡിയം വാട്ടറും സോപ്പ് ബേസും എല്ലാതരം സോപ്പ് ബേസും നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സോപ്പിന് നിങ്ങൾ ഓൾറെഡി സോപ്പ് ചെയ്യുന്നവരാണ്, പതയില്ല എന്നുണ്ടെങ്കിൽ പത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റം നമുക്ക് അവൈലബിൾ ആണ്. വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതെല്ലാം കൂടി ഞാൻ അരച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുരുക്കൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാനായിട്ടാണ് കുറച്ച് കുരു ഇട്ടിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് റോസ് ഹിപ്പിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിന്നിന് പക്ക നല്ല റിസൾട്ട് തരുന്നതാണ്. അതുപോലെ സ്കിൻ ലൈറ്റനും അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യണ ഒരു ഐറ്റമാണ് റോസ് ഹിപ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഓയിൽ. ഇനി ഞാനിത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് സോപ്പ് വെക്കണം. ഒരുപാട് പേരിങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട്, സോപ്പ് നേരിട്ടാണോ അടുപ്പിൽ വെക്കണം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്, ഡബിൾ ബോയിലിങ്ങിലാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിന് മുകളിൽ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ബീക്കറോ അതിലൊക്കെ നമുക്ക് ഈ ഒരു ബേസ് ഇട്ടിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് വെക്കാവുന്നതാണ്. അലുമിനിയം പാത്രം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് വൈറ്റമിനിയും വേണമെങ്കിൽ ഗ്ലിസറിനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റമിനി ഒരു തുള്ളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സോപ്പല്ലേ ഉണ്ടാക്കണം, അപ്പോൾ ഒരു തുള്ളിയാണ് ഞാൻ വൈറ്റമിനി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജോയിൻ്റ് ആക്കി എടുക്കുക. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസും നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല പാല് പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കാണ് നമ്മുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ല സോപ്പാണ് കേട്ടോ. ഞാനിത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. നല്ല യൂസ് ചെയ്തിട്ട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. നല്ല ഒരു
എന്താ പറയുക, സ്മെല്ല് ഞാൻ കുട്ടിക്കൂറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു മണവും ഉണ്ട്, നല്ല ഒരു ഗുണവും. ഒരു നമ്മൾ യൂസ് ചെയ്ത് ഗോട്ട് മിൽക്കും കൂടെ ആയതുകൊണ്ട് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവണ പോലെ, ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു യെല്ലോ കളറിലാണ് നമ്മുടെ സോപ്പ് വന്നിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ടാണ് സ്മെല്ല് ഒഴിച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇത് ഈ ഫാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോട്ട് മിൽക്ക് പെട്ടെന്ന് ഈ മുകളിൽ പാട കിട്ടും. നമ്മൾ പാലിന് പാട കിട്ടുന്ന പോലെ തന്നെയാണ് പാട കിട്ടി വരുന്നത്. അപ്പോൾ ഞാനൊരു 1 മില്ലിയോളം സ്മെല്ല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്മെല്ല് 1 മില്ലി ഒഴിച്ചാൽ മതി. 1 കിലോയ്ക്ക് 10 മില്ലി ഒഴിച്ചാൽ മതി. 100 ഗ്രാമിന് 1 ml ഒഴിച്ചാലും മതി കേട്ടോ. സ്മെല്ല് നന്നായിട്ട് കിട്ടും. അത്രയും ക്വാളിറ്റിയുള്ള സ്മെല്ലുകൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. 100ഓളം സ്മെല്ലുകൾ അവൈലബിൾ ആണ്. ഇനി ഞാൻ 2 ടൈപ്പ് മോൾഡുകൾ എടുത്തിട്ടുണ്ട്. ഒരു ബേബിയുടെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ബാക്കി സാധാ ഹാൻഡ് മെയ്ഡ് സോപ്പുകൾക്കൊക്കെ അതിൽ തന്നെ അച്ചായിട്ട് 100% ഹാൻഡ് മെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും എഴുതിയിട്ട്. അങ്ങനത്തെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഒഴിച്ച് കൊടുക്കുക. അതിൽ 2 ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബേബി മോൾഡിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി റബ്ബിങ് ആൽക്കഹോൾ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു പതൊക്കെ മേളിലുണ്ടെങ്കിൽ തന്നെ അതങ്ങനെ പൊക്കോളും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഞാനിതൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേനും നമ്മുടെ സോപ്പ് സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കുരു വരുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക, കുരു ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു ഇത് നിൽക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ അകത്തൊക്കെ ഇങ്ങനെ കിടക്കണം, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അതായത് നമ്മുടെ ഗ്ലിസറിൻ സോപ്പിൻ്റെ ബേസിലാണ് നമ്മളിത് ചെയ്യണതെങ്കിൽ. അപ്പോൾ 2 സോപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞു വാവയുടെ ഇത് ഒരു വാവയുടെ പോലെ കിട്ടുക. ഈ മോൾഡിൽ ഒരു വാവ ഇങ്ങനെ കിടക്കണ പോലെ. അപ്പോൾ ഇതാണ് കണ്ട നല്ല സുന്ദരിയായിട്ടുള്ളൊരു വാവയിലും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സോപ്പ് കൊണ്ടൊരു വാവയുടെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ട നല്ല രസമില്ല. നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സോപ്പ് ഉണ്ടാക്കുമ്പം ആ ഒരു വേറെ സോപ്പിനകത്ത് ഇരിക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാം. ആ മുകളിലൊരു കുരു വന്നപ്പോഴത്തേനും അതിന് മുകളിൽ തന്നെ ഇങ്ങനെ ഒരു പാട് വരണ പോലെ ആയിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. നല്ല സ്മെല്ലാണ്. ഒരു ഇങ്ങനെ തിന്നാനൊക്കെ തോന്നും ഭയങ്കരമായിട്ടും. കുട്ടിക്കൂറയുടെ ഒരു സ്മെല്ലൊരു ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ള ടൈപ്പ് സ്മെല്ലാണല്ലോ. ഈ ഒരു സോപ്പ് കണ്ടാൽ തന്നെ കഴിക്കാൻ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് അങ്ങനത്തെ ഒക്കെ സംഭവം പോലെ ഉണ്ട്. അതിൻ്റെ ഒരു ഇതൊക്കെ മോൾഡിൻ്റെ ഒരു ഭംഗി കൊണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഈ അച്ച് വരും ഇതിൻ്റെ പുറകിൽ 100% ഹാൻഡ് മെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ പേജ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ.